പേഴ്സൺ ഹാസ് എ ഗോൾഡൻ ഏജ്. നോർമലി നമുക്കിപ്പോൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റഫ്ലി ഒരു 30 ഇയേഴ്സ് വരെയുള്ള സമയം ഭയങ്കര ക്രൂഷ്യലാണ്. ബിക്കോസ് ദാറ്റ് ഈസ് വേ യു സെറ്റ് ദി ഗ്രൗണ്ട് ഫോർ യുവർ ലൈഫ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി പറ്റും. പക്ഷേ കുറേ അധികം കൺസ്ട്രെയിൻസ് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. കൺസ്ട്രെയിൻസ് വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആൾക്കാർ എഗൻ എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നത്, പിന്നത്തേക്ക് ചെയ്യാം. ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കാനായിട്ട് നമുക്ക് ഏജ് ബാരിയേഴ്സ് ഇല്ല. നമുക്ക് വരുന്ന സ്റ്റുഡൻസ് 2 കാറ്റഗറിയിലാണ് വരുന്നത്. ആദ്യം BCom അല്ലെങ്കിൽ BBA ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 20-22 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളാണ്. പിന്നെ വരുന്നത് ഒരു 28 വയസ്സ് 30 വയസ്സ് ക്രോസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവർ ഈ റിയാലിറ്റി ഫേസ് ചെയ്തിട്ടാണ് വരുന്നുണ്ടാവുക. ആൻഡ് ദാറ്റ് ഈസ് എവിഡൻറ്റ് ഫ്രം ദി കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ദി മേക്ക്. ഇനിയിപ്പോൾ അവർക്ക് വേറെ ചോയ്സ് ഇല്ല. എന്ത് വന്നാലും ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ കുട്ടികളുടെ കേസിൽ വരുമ്പോഴേക്കും അവരതിനെ എന്ത് വന്നാലും ശരി കൂട്ടുകാരൊപ്പം വന്നിരുന്ന് പഠിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ ആ ഒരു കൺഫോമിറ്റിയുടെ ഒരു ആംഗിൾ ചിലപ്പോൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്.